സമയം അതിനെ നമുക്ക് കാണാനോ സ്പർശിക്കാനോ കഴിയില്ല. പക്ഷേ നമ്മുടെ ജീവിതം മുഴുവനും നിയന്ത്രിക്കുന്നത് ഈ സമയമാണ്. എന്റെ ചോദ്യം ഇതാണ്: സമയം സത്യത്തിൽ നേരെയുള്ളൊരു വഴി മാത്രമാണോ, അതോ സമയം വളയുകയും പൊട്ടുകയും ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് കമന്റിലൂടെ അറിയിക്കുക. സമയത്തിന്റെ രണ്ട് സുപ്രധാനമായ ആശയങ്ങളാണ് ടൈം ഹോൾ, ടൈം ലൂപ്പ് എന്നിവ. ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് വിചിത്ര സിദ്ധാന്തങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ടൈം ഹോൾ എന്നതിനെ ശാസ്ത്രലോകം പറയുന്നത് സ്പേസ് ടൈം അനോമലി എന്നാണ്. സിമ്പിളായിട്ട് പറഞ്ഞ, സമയത്തിന്റെ തുടർച്ചയായ ഒരു ഒഴുക്കിൽ ഒരു പൊട്ടലുണ്ടായി കുഴി രൂപപ്പെടുന്നത് പോലെ. ഇത് രൂപപ്പെടാൻ കാരണം ബ്ലാക്ക് ഹോൾ ആണ്. വിശ്വത്തിൽ ബ്ലാക്ക് ഹോൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ഗുരുത്വാകർഷണം അതിവിശാലമായപ്പോൾ സമയം തന്നെ മന്ദഗതിയിലാവുന്നു. ലോകത്ത് ഏറ്റവും വേഗതയേറിയത് പ്രകാശമാണല്ലോ. ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം പ്രകാശത്തിന്റെ വേഗതയ്ക്ക് സമീപം നീങ്ങുന്നവർക്ക് സമയം വ്യത്യസ്തമായി തോന്നും. അതായത് ടൈം ഹോളിൽ കടന്നാൽ ഫ്യൂച്ചറിലേക്കോ പാസ്റ്റിലേക്കോ ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കും. ബെർമുഡ ട്രയാങ്കിൾ പോലെയുള്ള സ്ഥലങ്ങൾ ടൈം ഹോൾ സൃഷ്ടിക്കുന്നുവെന്നാണ് ആളുകൾ പറയുന്നത്. പക്ഷേ ഇതിനൊന്നും ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള സയന്റിഫിക് പ്രൂഫ് ഇല്ല. അതുകൊണ്ട് തന്നെ ടൈം ഹോൾ ഇന്നും ഒരു രഹസ്യമായ സിദ്ധാന്തമായി നിലകൊള്ളുന്നു. എന്നാൽ ടൈം ലൂപ്പ് ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ടൈം ലൂപ്പ് എന്നാൽ സമയം ഒരു സൈക്കിൾ പോലെ പ്രവർത്തിക്കുന്ന അവസ്ഥയാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഒരേ ദിവസം ഒരേ സംഭവങ്ങൾ വീണ്ടും വീണ്ടും സംഭവിക്കുന്നു. സയൻസ് ഫിക്ഷൻ മൂവീസിലൊക്കെ നമ്മൾ ഇത് കാണാറുള്ളതാണ്. നമ്മുടെ STRന്റെ മാംനാട്, ജീവയുടെ ബ്ലാക്ക് പോലുള്ള സിനിമകളിലെല്ലാം ടൈം ലൂപ്പിന്റെ കൺസെപ്റ്റ് നന്നായിട്ട് വിവരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ എണീറ്റ് ഒരേ സംഭവങ്ങൾ ആവർത്തിക്കുക, അതിനുള്ളിൽ നിന്നും പുറത്തു വരാനാകാത്ത അവസ്ഥ. സയന്റിഫിക്കലി പറഞ്ഞാൽ ക്വാണ്ടം തിയറിയിൽ ടൈം ഒരു ലീനിയർ കോൺസെപ്റ്റ് അല്ല, അതിന് ബ്രാഞ്ചസ് ഉണ്ട്. അതായത് അതിന് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു അനോമാലി ഉണ്ടായാൽ സമയം കുടുങ്ങി വീണ്ടും വീണ്ടും ആവർത്തിക്കാം. ആളുകൾക്ക് ഈ തേജാവ് ഉണ്ടാകുന്നതിന്റെ കാരണം ടൈം ലൂപ്പ് നിലകൊള്ളുന്നതിന്റെ ഒരു സൂചനയാവാൻ സാധ്യതയുണ്ട്. ഈ ടൈം ലൂപ്പ് തിയറി നമ്മൾ അറിയുന്ന മരണം, ജീവൻ, പുനർജന്മം പോലെയുള്ള ആശയങ്ങളുമായി പോലും ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതും ശാസ്ത്രലോകത്തെ ഒരു സിദ്ധാന്തം മാത്രമായി നിലകൊള്ളുന്നവയാണ്. സമയത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്ന ഓരോ ഉത്തരവും നമ്മെ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് മാത്രം കൊണ്ടുപോകുന്നു. ടൈം ഹോൾ നമ്മെ ഭൂതകാലത്തിലേക്കോ ഭാവിയിലേക്കോ വലിച്ചഴക്കാം. ടൈം ലൂപ്പ് നമ്മെ ഒരേ ദിനത്തിൽ കുടുക്കി കുടുക്കി വീണ്ടും വീണ്ടും ജീവിപ്പിക്കാം. പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നാം ഇപ്പോൾ ജീവിക്കുന്ന ജീവിതം തന്നെ ഒരു ടൈം ലൂപ്പ് ആണെങ്കിലോ? നമുക്കൊരിക്കലും തോന്നാതെ നമ്മൾ കഴിഞ്ഞു പോയ അതേ ജീവിതം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലെങ്കിലോ? സമയം തന്നെ നമ്മളോട് കളിക്കുന്ന ഏറ്റവും വലിയ ഭീതിജനകമായ കളിയായിരിക്കാം ഇത്. ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം ഒരു ടൈം ലൂപ്പ് ആണെന്നുള്ള സത്യം തിരിച്ചറിയാൻ സമയം ഒരിക്കലും നമ്മളെ അനുവദിക്കാത്തത് തന്നെയാകാം ഏറ്റവും വലിയ രഹസ്യം.